PM-ശ്രീ പദ്ധതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പൈലറ്റ് പ്രോഗ്രാമാണ്. അതാർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അത് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആണ്. ആ പൈലറ്റ് പ്രോജക്റ്റ് കേരളത്തിൽ നടപ്പാക്കിയാൽ അതിന്റെ ഭാഗമായി തന്നെ ഈ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരും. എന്താണ് ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി? എന്തായിരുന്നു CPM-ന്റെ എതിർപ്പ്? എന്തായിരുന്നു ഇടതുപക്ഷത്തിന്റെ എതിർപ്പ്? നോക്കൂ, നമ്മുടെ പാഠ്യ പദ്ധതി തന്നെ മറ്റൊരു രീതിയിൽ ആവിഷ്കരിച്ചുകൊണ്ട് ഹിന്ദുത്വ ആശയങ്ങൾ കടത്തിവിടുന്നു. അങ്ങനെ ഹിന്ദുത്വ ആശയങ്ങളിലൂടെ ഒരു പുതിയ തലമുറയെ പരിശീലിപ്പിച്ചെടുക്കുന്നു. ആ പരിശീലനത്തിലൂടെ ഒരു ഹിന്ദു രാഷ്ട്രം ഭാവന ചെയ്യപ്പെടുന്നു. ആ ഹിന്ദു രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി RSS ആവിഷ്കരിച്ചിരിക്കുന്ന പാഠ്യപദ്ധതിയാണ് ഈ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയമായി 2020 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് പിൻപറ്റാൻ കേരളം തയ്യാറല്ല എന്നായിരുന്നു കേരളം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പാഠ്യ പദ്ധതികൾ വരെ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു സംസ്ഥാന സർക്കാരാണ് നമ്മളെന്നേ. ആ അർത്ഥത്തിലേക്ക് ശക്തമായ പ്രതിരോധമാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ട് നമ്മൾ ഉയർത്തിയിരുന്നത്. പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. അതുവഴി എത്ര കോടി രൂപയാണ് കിട്ടുക? 1470 കോടി രൂപയാണ് കിട്ടുക എന്ന് ശിവൻകുട്ടി പറയുന്നു. അതിൽ ഈ 470 കോടി രൂപ മാത്രമാണ് PM-ശ്രീ പദ്ധതിയിലൂടെ ലഭിക്കുക. ബാക്കി 1000 കോടിയും നമുക്ക് യഥാർത്ഥത്തിൽ സർവശിക്ഷാ അഭിയാനിലൂടെ കിട്ടാനുള്ള പൈസയാണ്. ആ 1000 കോടി രൂപ കേരളത്തിന് അർഹതപ്പെട്ടതാണ്. അത് PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചില്ലെങ്കിലും കിട്ടേണ്ടതാണ്. കേവലം 400 കോടി രൂപ മാത്രമാണ് PM-ശ്രീ പദ്ധതി വഴി നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അവകാശപ്പെട്ട ഈ 1000 കോടിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്യണം. അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. അവർ ആ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ പ്രതിരോധം നിർമ്മിക്കേണ്ട ബാധ്യത ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിനുണ്ട്. ആ PM-ശ്രീ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ 150 വിദ്യാലയങ്ങൾ പൊതുവിദ്യാലയങ്ങളാണ്. ആ പൊതുവിദ്യാലയങ്ങൾ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും. അവിടെ പുതിയ ഒരു പാഠ്യ പദ്ധതി അവർ നടപ്പാക്കും. 150 സ്കൂളുകളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. അവര് PM-ശ്രീ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ പറയുന്ന RSSന്റെ വിദ്യാഭ്യാസ നയം കടത്തിവിടുക, ഒളിച്ചു കടത്തിവിടുക. ആ പ്രയോഗം നടത്തിയത് CPM ആണെന്നേ. ആ പ്രയോഗം നടത്തിയത് ഇവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികളാണ്. ഇപ്പോൾ അതെല്ലാം മറന്നുകൊണ്ടാണ് NEP-ക്ക് വഴങ്ങിയിരിക്കുന്നത്. ഒറ്റ കാര്യം മാത്രമാണ് അവർ പറയുന്നത്: നയം വേറെ, ഭരണം വേറെ. ഇടതുപക്ഷ നയം പൂർണ്ണമായും നടപ്പാക്കാൻ കഴിയില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ പറയുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ LDF ഒരു കൂട്ടുത്തരവാദിത്വമുള്ള മുന്നണിയല്ല എന്ന കാര്യത്തിന് ഇനി കേരളത്തിലൊരു സംശയവുമില്ല. കാരണം ക്യാബിനറ്റ് ഒരു തീരുമാനമെടുക്കുന്നില്ല, മറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു തീരുമാനമെടുക്കുന്നു. എന്നിട്ട് കേന്ദ്ര സർക്കാരുമായി ഒരു കരാറിൽ ഒപ്പുവെക്കുന്നു. ആ വിഷയം LDF-ൽ ഉന്നയിക്കുന്നില്ല, മന്ത്രിസഭയിൽ ഉന്നയിക്കുന്നില്ല. അപ്പോൾ LDF-ന് കൂട്ടുത്തരവാദിത്വം നഷ്ടമായിരിക്കുന്നു. അത് തന്നെയാണ് ബിനോയ് വിശ്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വമില്ല, LDF-ന് കൂട്ടുത്തരവാദിത്വമില്ല. അങ്ങനെ ഒരു പിക്ചറാണ്, അങ്ങനെ ഒരു ഇമേജാണ് ഇപ്പോൾ LDF-നെ കുറിച്ചുണ്ടായിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ ഈ വിഷയം അവസാനിക്കാൻ പോകുന്നത് ഒന്നുകിൽ ഈ പ്രശ്നത്തിൽ CPM വഷളാകും, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ CPI വഷളാകും.